നാം എല്ലാവരും ബിസ്മില്ലാഹി ചൊല്ലുന്നവരാണ്. ബിസ്മില്ലാഹി ഒരു അത്ഭുതമാണ്. ബിസ്മില്ല അത്ഭുതം മാത്രമല്ല, വളരെ മനോഹരമായ ഒരു ആയുധം കൂടെയാണ്. നമ്മുടെ കയ്യിലുണ്ട് ആയുധം. ആ വെപ്പൺ കയ്യിലുണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ആ ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പതിവാക്കിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ജീവിതം മാറി മറിയും. ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളുടെ എല്ലാ മുറാദുകളും എത്ര വലിയ വേദനയാണെങ്കിലും അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ മാറ്റി ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു തരും. ബിസ്മിക്ക് അത്ര വലിയ പവറുണ്ട്. ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എത്ര തവണ ചൊല്ലണമെന്ന് നമുക്കെന്നറിയണം. ആ ചൊല്ലേണ്ടത് ഏത് സമയത്ത് എങ്ങനെ ചൊല്ലണം അതൊക്കെ ഇന്ന് പഠിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജീവിതമൊക്കെ റാഹത്തായി പോകുന്നില്ലേ? അള്ളാഹു റാഹത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അടിപൊളിയാകാൻ, നമ്മുടെ ജീവിതം മാറി മറിയാൻ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, പ്രതിസന്ധികളൊക്കെ അങ്ങ് മാറിയിട്ട് ഒരു മഞ്ഞുരുകുന്നത് പോലെ എല്ലാ സങ്കടങ്ങളും അങ്ങ് ഉരുകിപ്പോകാൻ ബിസ്മി നമ്മൾ പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിച്ചാൽ മതി. ബിസ്മിയുടെ അത്ഭുതം എന്താണ്? സംഭവം വായ കൊണ്ട് മൊഴിയാനായിട്ട് വളരെ സിമ്പിളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര ചെറുതാണ്, പക്ഷേ അത് ചൊല്ലുന്നതിലൂടെ, ആത്മാർത്ഥമായി ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകൾ കേട്ടാൽ പടച്ചോനെ എല്ലാ ദിവസവും ഞാൻ ബിസ്മി ചൊല്ലിയിരുന്നേനെ നമ്മൾ ചിന്തിച്ചു പോകും. എത്ര സമയം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു അല്ലാ എന്ന് ചിന്തിക്കും. അത്ര അത്ഭുതമാണ് ബിസ്മി. യാ അല്ലാ, അത്ര അത്ഭുതമാണ്. പക്ഷേ ആത്മാർത്ഥമായി ചൊല്ലണം, ഇഖ്ലാസോടെ ചൊല്ലണം. ആ ബിസ്മില്ലാഹിയുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചൊല്ലണം. ഞാൻ വിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മ, അത് സൂറത്തുൽ ഫാത്തിഹയാണ്, ഉമ്മുൽ കിതാബാണല്ലേ. ആ ഉമ്മുൽ കിതാബിൻ്റെ തലയാണ്, ഹെഡാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ്, ബിസ്മില്ലാഹിയെക്കുറിച്ച് കിതാബുകളിൽ, തഫ്സീറുകളിൽ അടക്കം കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യം ഇറക്കി കൊടുക്കുന്നത് സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനാണ്. ആദം നബി അലൈഹിസ്സലാം ആ തൗബ ചെയ്യുന്ന വേളയിൽ ബിസ്മി ചൊല്ലിയതിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആദം നബിയുടെ തൗബ സ്വീകരിച്ചു അത്രേ. പിന്നീട് ബിസ്മിയെ ഉയർത്തപ്പെട്ടു. രണ്ടാമത് ഇറക്കി കൊടുക്കുന്നത് സയ്യിദുന ശൈഖുൽ അംബിയ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിനാണ്. അതായത് നൂഹ് നബിയുടെ കാലത്ത് വലിയ ജലപ്രളയം ഉണ്ടായി, വലിയ വെള്ളപ്പൊക്കം. കപ്പൽ രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. ആ കപ്പൽ എങ്ങനെ ഓടും? അതിന് മെഷീനില്ലേ, മെഷീനറി ഒന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്നാൽ ആക്സിലറേറ്റർ ഇല്ല, ബ്രേക്ക് ഇല്ല. എന്ത് ചെയ്യും? ഖുർആൻ പറയുന്നുണ്ട് ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ. രണ്ടാമത് ഇറക്കി കൊടുത്തത് നൂഹ് നബിക്കാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ ഇങ്ങനെ ഓടും, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ അവിടെ നിൽക്കും. ബ്രേക്കും ആക്സിലറേറ്ററുമായി പ്രവർത്തിച്ചത് ബിസ്മില്ലാഹിയാണ്. പിന്നീട് ആ ബിസ്മി ഇറക്കി കൊടുക്കുന്നത് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടുത്തെ ബോധ്യം എന്തായിരുന്നു? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എൻ്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ടാകും. ആ തീകുണ്ടാരത്തിനകത്ത് അത്ര വലിയ സുഖം അനുഭവിക്കാൻ കഴിഞ്ഞത് ബിസ്മി ചൊല്ലിയത് കൊണ്ടാണെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. നാലാമതായി പിന്നീട് ഇറക്കി കൊടുക്കപ്പെടുന്നത് മഹാനായ ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹി സ്വലാമും തൻ്റെ അനുചരന്മാരും ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ പിന്നാലെ ഫിർഔനും പട്ടാളവും വരുന്നുണ്ട്. മുമ്പിലതാ ഒരു വലിയ സമുദ്രമുണ്ട്, കടലുണ്ട്. ആ കടലിലൊന്ന് അടിക്കാൻ, വടി കൊണ്ടടിക്കാൻ അള്ളാൻ്റെ കൽപ്പന വരികയാണ്. വെറുതെ അടിച്ചെന്നല്ല. തഫ്സീറുകളിൽ കാണാം ബിസ്മില്ല ചൊല്ലി അടിച്ചപ്പോൾ കടൽ രണ്ട് ഭാഗത്തേക്ക് മാറി, മൂസാ നബിയും കൂട്ടരും രക്ഷപ്പെട്ടു എന്നാണ്. പിന്നീട് ആ ബിസ്മില്ലാഹി കിട്ടുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ബൽഖീസിന് കത്തെഴുതുന്നുണ്ട്. ബൽഖീസ് പേടിച്ച് കുറച്ച് സുലൈമാൻ നബിയുടെ മുമ്പിൽ വന്നു. ബൽഖീസ് മാത്രമല്ല, അവിടുത്തെ മുമ്പിൽ ഒച്ചാനിച്ച് നിന്നിരുന്ന, അവിടത്തേക്ക് വിധേയപ്പെട്ട് നിന്നിരുന്ന ഒരുപാട് പറവകളുണ്ട്, മനുഷ്യരുണ്ട്, പിശാചുക്കൾ പോലും സുലൈമാൻ നബി അലൈഹി സ്വലാമിയുടെ സദസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. കാറ്റിനെ പോലും അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്താ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാജിക് മന്ത്രം എന്തായിരുന്നു? മാജിക് എന്നല്ല, മന്ത്രം എന്തായിരുന്നു? അത് ബിസ്മില്ലാഹിയാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുത്തു, കുഷ്ഠരോഗം മാറ്റിക്കൊടുത്തു, മരിച്ചവരെ ജീവിപ്പിച്ചു. അവിടെ പ്രയോഗിച്ച മന്ത്രം അത് ബിസ്മില്ലാഹിയാണെന്നാണ്. അവസാനം ഇറക്കിക്കൊടുത്തത് എൻ്റെ ഹബീബിനാണ്, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്.
മുത്തുനബി തങ്ങൾക്കാണ്. അതിൻ്റെ ബറക്കത്ത് ഖിയാമത്ത് വരെ ഉണ്ടാവും. നമുക്കും ആ ബറക്കത്ത് നേടിയെടുക്കാം. അത്ര വലിയ മനോഹരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ആയുധമാണ് ബിസ്മില്ല എന്ന് പറയുന്നത്. അത്ര വലിയ ആയുധം കയ്യിലുണ്ടായിട്ടേ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം മനുഷ്യരെ? അള്ളാഹു ബോധം തരട്ടെ. അസ്മാഉൽ ഹുസ്ന എത്രയാണ്? 99 ഉസ്താദേ? അല്ലല്ലല്ല. കിതാബുകളിൽ കാണാം അള്ളാഹുവിന് 3000-ൽ പരം നാമങ്ങളുണ്ട് എന്നാണ്. 3000 നാമങ്ങൾ. അതിൽ കുറേ എണ്ണം മലക്കുകൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, കുറേ അമ്പിയാക്കൾക്ക് കൊടുത്തു, അതുപോലെ ഇഞ്ചീലിലും സബൂറിലും ചൗറാത്തിലുമൊക്കെ കുറച്ച് കൊടുത്തു. അവസാനം ഖുർആനിൽ 99 കൊടുത്തു. ബാക്കി നമുക്കറിയില്ല അല്ലേ? എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ 3000 ഇസ്മുകൾ അള്ളാഹുവിൻ്റെ ചൊല്ലിയ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. യാ അല്ലാ, എത്രയെത്ര മഹത്തരമായ കാര്യങ്ങളാണ്. മറ്റൊരു പ്രത്യേകത ഇതാണ്, ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ്. മറ്റൊന്ന്, ബിസ്മി ചൊല്ലി എന്ത് തുടങ്ങിയാലും അവിടെ അനുഗ്രഹമാണ്. ഒരു നല്ലത് ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിയില്ലെങ്കിൽ അവിടെ ബർക്കത്ത് ഉണ്ടാവില്ല, അനുഗ്രഹം ഉണ്ടാവില്ല. ബിസ്മി ചൊല്ലി അങ്ങോട്ട് കയറിക്കോ, വല്ലാത്ത അനുഗ്രഹമായിരിക്കും. മറ്റൊന്ന്, ജബാനിയാക്കൾ എന്ന മലക്കുകളിലെ നരകത്തിലെ അതിക്രൂരന്മാരായ മാലാകമാർ. നമ്മളിങ്ങനെ ഖുർആനിൽ കാണാം, നമ്മുടെ കഴുത്തും കാലും തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ജബാനിയാക്കൾ എന്ന മലക്കുകൾ. അവർ 19 പേരാണെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരങ്ങളാണ്. ആ 19 അക്ഷരങ്ങൾ ബിസ്മി ചൊല്ലുന്നതിലൂടെ ഈ ജബാനിയാക്കൾ എന്ന മാലാകമാരിൽ നിന്ന് അല്ലാഹു കാവൽ നൽകും അത്രയും. മറ്റൊരു പ്രത്യേകത ഇതാണ്, നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങളുള്ളതെങ്കിലും ആ പ്രതിസന്ധി നീങ്ങാൻ, ആഗ്രഹം നിറവേറാൻ, സങ്കടങ്ങൾ അകറ്റാൻ, മനസ്സിൽ എല്ലാവിധ സന്തോഷങ്ങളും ശാരീരികവും മാനസികവുമായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് 7 ദിവസം 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൻ്റെ അഭിജത് കണക്കാണ് 786. ഒരു ദിവസം 786, 786. അങ്ങനെ 7 ദിവസം നിങ്ങളൊന്ന് പതിവാക്കിയിട്ട് അള്ളാഹിനോട് കൈ ഉയർത്തി നോക്ക്. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മഞ്ഞുകട്ട അലിഞ്ഞു പോകുന്നത് പോലെ അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. ബിസ്മിയുടെ മറ്റൊരു പ്രത്യേകത, പതിവായി ബിസ്മി ധാരാളം ചൊല്ലുന്നവർക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം കൊടുക്കും. അതുപോലെ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശനം കൊടുക്കും. ആ ബിസ്മി അധികമായി ചൊല്ലുന്നവർക്ക് മരണത്തിൻ്റെ വേദന അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. യാ അല്ലാ, മരണത്തിൻ്റെ വേദന. അതുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ രക്ഷപ്പെട്ടു പോയത് ഇത്തരം അദ്കാറുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തത് കൊണ്ടാണ്. ബിസ്മില്ലാഹിയിലൂടെ വെറുതെ വായ കൊണ്ട് ചൊല്ലുന്നല്ല, കൽബിൽ ബോധ്യപ്പെട്ടുകൊണ്ട് ചൊല്ലണം. അള്ളാഹിൻ്റെ നാമം കൊണ്ട് എന്തു തുടങ്ങിയാലും ഒരിക്കലും പരാജയപ്പെടൂല, മരണവേദന ലഘൂകരിക്കപ്പെടും. അതുപോലെ ഖബറിലെ ശിക്ഷ, ആ ശിക്ഷ ഇല്ലാതെയാക്കി അള്ളാഹു നമുക്ക് സംരക്ഷണം തരും. അതുപോലെ നമുക്ക് ഹിസാബിൽ മീസാനിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഭാരം കൂട്ടിത്തരും, ഹിസാബ് എളുപ്പമാക്കി തരും. ബിസ്മി പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഗുണമാണ്. അതുപോലെ തന്നെ സുറാത്ത് ഇങ്ങനെ പതിയെ പോകുന്ന ആളുകളുണ്ട്, മിന്നൽ വേഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, മാസങ്ങൾ സുറാത്തിൽ ഇങ്ങനെ പിടിച്ച് നടന്ന് സ്വർഗത്തിലെത്തുന്നവരുണ്ട്. ചിലരുടെ താഴത്തേക്ക് അതികഠിനമായ നരകത്തിലേക്ക് വീണു പോകുന്നവരുണ്ട്. മിന്നൽ വേഗത്തിൽ സുറാത്തിൽ കടക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതിവാക്കുന്നവർക്ക്. യാ അല്ലാ, മറ്റൊരു മഹത്വം ഇങ്ങനെ കാണാം. ഒരു തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൃദ്യമായി നിങ്ങൾ ചൊല്ലിയാൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പർവ്വതങ്ങൾ പോലും നിങ്ങളോടൊപ്പം തസ്ബീഹ് ചൊല്ലുമെന്നാണ്. യാ അല്ലാ, ഇബ്ലീസ് നിങ്ങളുടെ മുമ്പിൽ വരില്ല, ഇബ്ലീസ് നിങ്ങളിലേക്ക് അടുക്കില്ല, ഇബ്ലീസിന് നിങ്ങളുടെ അടുക്കൽ വരാൻ പറ്റില്ല. നിങ്ങൾ ബിസ്മി എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ. വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് കയറിയാൽ ആ പിശാച് പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ നിങ്ങളുടെ ഭാര്യയെ പിശാചിന് തൊടാൻ കഴിയില്ല. കാരണം ഈ ബിസ്മി ബന്ധപ്പെടുന്ന മേഖലകളിൽ ചൊല്ലാതിരുന്നാൽ ഭാര്യയിലേക്ക് പിശാച് പ്രവേശിക്കുകയും നമുക്ക് ജനിക്കുന്ന കുഞ്ഞിൽ പൈശാചികതയുണ്ടാകാനും സാധ്യതയേറെയാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വ ജന്നിബി ശൈത്വാന മാ റസഖതന എന്ന ദുആ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്ക് മുമ്പ് ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പിശാചിനെ പേടിക്കേണ്ടി വരില്ല, പിശാചിൻ്റെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാവില്ല ബിസ്മി അധികമായി ചൊല്ലിയാൽ. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത്, ഡ്രസ്സ് ഇടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഔറത്തിനും ഇടയിൽ, അതായത് നിങ്ങളുടെ ഔറത്തിനും പിശാചിനും ഇടയിൽ ഒരു മറ അള്ളാഹു സ്ഥാപിക്കുമെന്നാണ്. മാത്രമല്ല കേട്ടോ, മരിച്ചു കിടക്കണ നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ ഖബറിൽ, അവർക്ക് രക്ഷ കിട്ടും നിങ്ങൾ ബിസ്മി ചൊല്ലിയാൽ.
അതുപോലെ നിങ്ങൾ പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി മൂടിയാൽ ആ പാത്രം അനക്കാൻ പിന്നെ പിശാചിന് കഴിയില്ല, ആ പാത്രത്തിലേക്ക് കടക്കാൻ പിശാചിന് കഴിയില്ല. അതുപോലെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും. ധാരാളം ബിസ്മി നിങ്ങൾ മുറുകെ പിടിച്ച് ചൊല്ലുന്നവരാണെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് ചൊല്ലിയാൽ നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, സമ്പത്ത് നിങ്ങൾക്ക് വർദ്ധിക്കും. യാത്ര പുറപ്പെടുന്ന വേളയിൽ ബിസ്മില്ലാഹി ചൊല്ലിയാൽ നിങ്ങൾക്ക് യാത്രയിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. അതുപോലെ നിങ്ങൾ നല്ല ക്ഷീണമുള്ളപ്പോൾ, ശരീരത്തിന് വേദനയുള്ളപ്പോൾ, പ്രയാസമുള്ളപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിയുന്ന എണ്ണം ഓതിയിട്ട് അതിലേക്ക് മന്ത്രിച്ച് കുടിച്ചാൽ ശരീരത്തിൻ്റെ ക്ഷീണം, ആ ക്ഷീണമൊക്കെ മാറി, തളർച്ചയൊക്കെ മാറി ഉന്മേഷം ലഭിക്കുന്ന ഒരു എനർജി ഡ്രിങ്കായി നിങ്ങൾക്ക് അനുഭവപ്പെടും. മറ്റൊന്ന്, കിടക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങൾ പറയുന്നത് കാണാം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വെറുതെ വായ കൊണ്ടല്ല, മനസ്സറിഞ്ഞൊരു മനുഷ്യൻ 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാൽ അവൻ മരിക്കില്ല അന്നത്തെ രാത്രിയെന്ന് പോലും സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചത് കാണാം. സുബ്ഹാനല്ലാഹ്. മറ്റൊന്ന്, നിങ്ങൾക്ക് നല്ല വേദന ശരീരത്തിലുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മനസ്സറിഞ്ഞ് 7 തവണ ചൊല്ലിയാൽ വേദന മാറുന്നതായി നിങ്ങൾക്ക് അറിയാൻ കഴിയും. മറ്റൊരു പ്രത്യേകത ഇങ്ങനെയാണ്, രോഗങ്ങൾക്ക് ശമനമാണ്. മാരക രോഗങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ബിസ്മി കൊണ്ട് ആ ബിസ്മി പതിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് രോഗശമനം ലഭിക്കുമെന്നാണ്. അതുപോലെ ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളെയൊക്കെ ബിസ്മി നീക്കം ചെയ്യും. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരും എന്നുള്ളതാണ്. പരീക്ഷയിൽ വിജയം ലഭിക്കുമെന്നാണ്. ഏതൊരു പരീക്ഷയെയോ ഒരു പരീക്ഷണത്തെയോ ഒരു ഇൻ്റർവ്യൂയോ നിങ്ങൾ നേരിടാൻ പോകുമ്പോൾ ബിസ്മി ധാരാളം ചൊല്ലിക്കോ. നേരത്തെ പറഞ്ഞതുപോലെ 786 തവണ 7 തവണ ചൊല്ലിയിട്ട് 7 ദിവസം ചൊല്ലിയിട്ട് പോവുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഉറപ്പാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വർഗം നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ബിസ്മി പതിവാക്കുന്നൊരു മനുഷ്യന് വേണ്ടി സ്വർഗം ദ്വാരക്കും. പടച്ചോനെ, അയാൾ എനിക്ക് തന്നേക്ക്, അല്ലാ നീ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ഇറക്കിയ വഹി അത് ബിസ്മി ആയിരുന്നു അത്രേ. ആ വഹീൻ്റെ ഒരു ബറക്കത്ത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ബിസ്മി ധാരാളം ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ മാലാകമാർ സന്തോഷിക്കും. മലക്കുകൾ സന്തോഷിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യും, നമ്മൾ രക്ഷപ്പെടൂലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ ഒരു ഹർഫിന്, ഖുർആനിലെ ഒരു ഹർഫിന് മഹാരഥന്മാർ പറയുന്നുണ്ട് 4000 നന്മ ലഭിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 19 ഹർഫുകളുള്ള ബിസ്മിക്ക് 76,000 പ്രതിഫലം ലഭിക്കുമല്ലോ. 76,000 നന്മ ഒരൊറ്റ ബിസ്മി കൊണ്ട് ലഭിക്കുകയാണെങ്കിൽ യാ അള്ളാഹ്, എത്ര മഹത്തരമാണ്. മറ്റൊന്ന്, ബിസ്മി ചൊല്ലിയിട്ട് നമ്മുടെ വീടിൻ്റെ വാതിലടച്ചാൽ കള്ളന്മാർക്കോ ഒരു ശൈത്വാന് പോലും ആ വാതിൽ തുറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് കോടാനുകോടി മഹത്വങ്ങൾ നമുക്ക് പറയാനുണ്ട് ബിസ്മിയെക്കുറിച്ച്. നമുക്കറിയുന്നത് വളരെ കുറച്ചാണ് അല്ലേ. ഇനിയും എത്രയെത്ര മഹത്വങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്ര അത്ഭുതങ്ങളാണ് ബിസ്മിയുടെ മഹത്വം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ട് എന്ന് പോലും മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്ര അത്ഭുതമാണ് ബിസ്മി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ നെറ്റിയിൽ ബിസ്മി ഉണ്ടായിരുന്നത്രേ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചിറകിൽ ബിസ്മി ഉണ്ടത്രേ. അതുപോലെ മൂസാ നബിയുടെ വടിയിൽ ബിസ്മി ഉണ്ടായിരുന്നു അത്രേ. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചപ്പോൾ ആ നാവിൽ ബിസ്മില്ല എന്നുണ്ടായിരുന്നു എന്ന് പോലും മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അത്ഭുതമാണ് ബിസ്മി. എന്താണ് ബിസ്മില്ല? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു, വേറെ ആരുടെ നാമത്തിലല്ല. വേറെ ആരുടെ നാമത്തിൽ നീ തുടങ്ങിയിട്ടും കാര്യമില്ല. അവൻ അല്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങേയറ്റം വിധേയനായി മാറണം. എല്ലാത്തിനും മുകളിലാണ് നാഥനായ റബ്ബ്. ആ റബ്ബ് എൻ്റെ നാഥനാണെന്നുള്ള ബോധ്യത്തിൽ ബിസ്മില്ലാഹ് അർ റഹ്മാനിർ റഹീം, റഹ്മാനായ റഹീമായ തമ്പുരാൻ, ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ബിസ്മില്ലാഹി ചൊല്ലണം എന്നുള്ളതാണ്. ഒരു ദിവസം 100 തവണയെങ്കിലും ചൊല്ലാതെ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ചൊല്ലാതെ നമ്മുടെ ഒരു ദിവസം കടന്നു പോകരുത്. 786 ചൊല്ലാൻ കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലൈഫിൽ നമ്മളിങ്ങനെ അത്ഭുതങ്ങൾ അനുഭവിച്ചറിയും. കറാമത്തുകൾ സംഭവിക്കും നമ്മുടെ ലൈഫിൽ നിന്നാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ഇങ്ങനെ പതിവാക്കിയാൽ കറാമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് 100 തവണയെങ്കിലും നമ്മുടെ ലൈഫിൽ ബിസ്മി ഇല്ലാതെ കടന്നു പോകരുത്. അത്ര മനോഹരമാണ് ബിസ്മില്ലാ. അതായത് വെറുമൊരു കപ്പലുണ്ടാക്കിയിട്ട് അതിന് എഞ്ചിനൊന്നുമില്ല, അങ്ങനെ ഒരു കപ്പലിനെ പോലും ബിസ്മി പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ആ ബിസ്മിയുടെ പവർ എത്രയാണ്. ആ ബിസ്മില്ല ചൊല്ലുമ്പോൾ കപ്പൽ അവിടെ നിൽക്കും. ബിസ്മില്ല കൊണ്ട് പണിയെടുത്തിട്ടാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പിശാച് പോലും പേടിച്ച് അവിടെ ഓച്ചാനിച്ചിരുന്നത്. അത്ര അത്ഭുതമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഡെയിലി എല്ലാ ദിവസവും ഓരോ ദിവസവും 786 തവണ അങ്ങനെ എഴുതുക. 7 ദിവസം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉസ്താദ് 7 ദിവസം കൊണ്ട് 786 ആണോ? അല്ലല്ല, ഓരോ ദിവസവും 786, അങ്ങനെ 7 ദിവസം. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം.
പക്ഷേ ഏറ്റവും നല്ലതായി ഒറ്റ ഇരുത്തത്തിൽ 786 ചൊല്ലലാണ്. രാവിലെ വൈകുന്നേരം അങ്ങനെയല്ല, ഒരു ഇരുത്തത്തിൽ ഏകാഗ്രതയോടെ ആരുടെയും ശല്യമില്ലാതെ അള്ളാഹ് എന്ന ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് 786 തവണ ഓരോ ദിവസവും ചൊല്ലുക. ലൈഫിൽ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ തമ്പുരാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിൻ്റെ മഹോന്നതമായ നാമത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീക്കണയല്ല, സമാധാനം തരണയല്ല, സന്തോഷം തരണയല്ല, നീ ഞങ്ങളെ ഏറ്റെടുക്കണയല്ല, സ്വർഗം ദുആ ചെയ്യുന്ന ആളുകളിൽ ഞങ്ങളെ നീ പെടുത്തണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഷർറുകളും അകറ്റി റാഹത്തായ ഹൈറ് നിറഞ്ഞ ജീവിതം നീ നൽകണേ തമ്പുരാനെ. താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് നീ തരല്ലയല്ല. കുടുംബത്തിൽ സമാധാനം നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ബിസ്മിയുടെ കാവൽ നൽകണയല്ല. ഇണകൾക്ക് നൽകണയല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം ബിസ്മില്ലാഹിയുടെ ബറക്കത്ത് കൊണ്ട് നീ നൽകണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ പേരുണ്ട് പടച്ചവനെ, അവർക്ക് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതിവാക്കാനും അതിലൂടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ലഭിക്കാനും നീ തൗഫീക്ക് നൽകണയല്ല. ഉള്ള മക്കളെ നേർവഴിയിൽ നടത്താൻ നീ തൗഫീക്ക് നൽകണയല്ല. നീ ഹിദായത്തിലാക്കണയല്ല, സന്മാർഗത്തിലാക്കണയല്ല. ഞങ്ങൾക്കാർക്കും നീ ബിദ്അത്തിന്റെ ഖൽബ് നൽകല്ലയല്ല. അഹ്ലുസുന്ന വൽ ജമാഅയിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, കടം കൊണ്ട് വലയുന്ന ധാരാളം ആളുകൾ മഹത്തരമായ നിന്റെ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ നാമത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല. പ്രവാസികരുണ്ട്, ജീവിതത്തിലുള്ള തടസ്സങ്ങളെ നീക്കി റാഹത്തായ ജീവിതം നീ നൽകണേ അല്ലാ. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല, മർഹമത്ത് നൽകണയല്ല, ഖബറിടം പ്രകാശപൂരിതമാക്കണയല്ല. ബിസ്മില്ലാഹിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ അസാബുകളിൽ നിന്ന് മോചിപ്പിക്കണയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങൾക്ക് നീ അപകട മരണങ്ങൾ നൽകല്ലയല്ല, അപകടങ്ങളിൽ പെടുത്തല്ലയല്ല. പടച്ചവനെ, പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ആരംഭപ്പൂവിനോടൊപ്പം നീ ഉൾപ്പെടുത്തണയല്ല, ചേർക്കണയല്ല, നീ ഖബൂൽ ചെയ്യണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.